നമസ്കാരം. യുദ്ധഭൂമിയിൽ ചിലപ്പോൾ വെടിയൊച്ചകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നിശബ്ദതയാണ്. ബോംബുകൾ പതിക്കുന്ന ആകാശത്തിനും മിസൈലുകൾ പായുന്ന രാത്രികൾക്കുമിടയിൽ ലോകം ഇന്ന് ശ്രദ്ധിക്കുന്നത് മറ്റൊരു കാഴ്ചയാണ്. മഹാശക്തികൾ പോലും ചിലപ്പോൾ അവരുടെ കാൽവയ്പുകൾ മന്ദഗതിയിലാക്കുന്ന നിമിഷങ്ങൾ. പശ്ചിമേഷ്യയിലെ മരുഭൂമിക്കാരിൽ ഇപ്പോൾ അത്തരമൊരു സന്ദേശമാണ് ഒഴുകി നടക്കുന്നത്. മാസങ്ങളായി നീളുന്ന സംഘർഷത്തിനൊടുവിൽ ഇറാൻ ഇപ്പോഴും തകർന്നു വീഴാതെ നിലകൊള്ളുമ്പോൾ യുദ്ധത്തിന്റെ രാഷ്ട്രീയ ഗണിതവും മാറി തുടങ്ങുകയാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ ശക്തമായ സൈനിക സമ്മർദ്ദം ചെലുത്തിയിട്ടും ടെഹ്റാൻ പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാന്റെ സൈനിക ശേഷി തകരുമെന്നും ഭരണകൂടം കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മാസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം അത്ര ലളിതമല്ല എന്ന് വ്യക്തമായി. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ സംഭവ വികാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള സമീപകാല സംഭാഷണങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ലബനനിൽ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ പദ്ധതികളോട് ട്രംപ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതായും അത് അമേരിക്കയുടെ ഇറാൻ നയതന്ത്ര ശ്രമങ്ങളെ തകർക്കുമെന്ന ആശങ്ക പങ്കുവച്ചതായും നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുകയും ഇറാനുമായുള്ള പ്രാദേശിക യുദ്ധം ശക്തമാക്കുകയും ചെയ്ത സംഘർഷങ്ങൾക്ക് നേരിയ ആശ്വാസമായി ലബനനിൽ ഭാഗിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാൽ കരാർ രാജ്യത്തെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കില്ല എന്ന് വാഷിംഗ്ടണിലെ ലബനൻ എംബസി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ബെയ്റൂട്ടിലും ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള പ്രാന്തപ്രദേശങ്ങളിലേക്കും നേരെ ഇസ്രയേൽ ഇനി ആക്രമണം നടത്തില്ല എന്നതാണ് പുതിയ കരാർ. പകരമായി ഇസ്രയേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയും നിർത്തിവെക്കും. എന്നാൽ തെക്കൻ ലബനനിൽ ഇരു വിഭാഗവും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലുകൾ തുടർന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കരാർ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. ഇസ്രയേലിനെ ആക്രമിക്കില്ല എന്ന് മധ്യസ്ഥർ മുഖേന ഹിസ്ബുള്ള ഉറപ്പു നൽകിയതായി ട്രംപ് അറിയിച്ചു. ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ US പ്രസിഡന്റുമാർ ഇതുവരെ അവരുമായി നേരിട്ടോ അല്ലാതെയോ ചർച്ചകൾ നടത്തിയിട്ടില്ല. ലബനനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സമ്മതിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ തെക്കൻ ലബനനിലെ സൈനിക നടപടികൾ തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുന്നതിന്റെ ഭാഗമായി ലബനനിലുടനീളം സമഗ്രമായ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെന്ന് ഹിസ്ബുള്ള ജനപ്രതിനിധി ഹസൻ ഫത്അല്ല അറിയിച്ചു. എന്നാൽ ഇസ്രായേൽ അതിർത്തിക്കുള്ളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തുമോ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല. വരുന്ന ബുധനാഴ്ച വാഷിംഗ്ടണിൽ ഇസ്രയേലുമായി നടക്കുന്ന ചർച്ചകളിൽ വെടിനിർത്തൽ കരാർ കൂടുതൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ലബനൻ അറിയിച്ചിട്ടുണ്ട്. ഇത് 3 മാസമായി തുടരുന്ന അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് വീണ്ടും വഴി തുറന്നേക്കും. ഇത് നെതന്യാഹു പൂർണ്ണമായി വഴങ്ങി എന്നതിന്റെ തെളിവല്ല. എന്നാൽ അമേരിക്കയുടെ താൽപര്യങ്ങൾ പരിഗണിക്കാതെ ഇസ്രയേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം വീണ്ടും തെളിയിക്കുന്ന സംഭവമാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ബെയ്റൂട്ടിനെതിരായ കൂടുതൽ വ്യാപകമായ ആക്രമണ പദ്ധതികളിൽ നിന്ന് ഇസ്രയേൽ താൽക്കാലികമായി പിന്നോട്ട് പോയതും ട്രംപിന്റെ ഇടപെടലിന് ശേഷമാണ്. ഇറാന്റെ ശക്തി വർദ്ധിക്കുകയാണോ എന്ന ചോദ്യത്തിനും ഇതേ പശ്ചാത്തലത്തിൽ മറുപടി തേടണം. സൈനികമായി അമേരിക്കയെയോ ഇസ്രയേലിനെയോ മറികടന്നുവെന്ന് പറയാൻ തെളിവുകളില്ല. എന്നാൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ശേഷി, ഹോർമൂസ് കടലിടുക്ക് പോലുള്ള നിർണായക മേഖലകളിലെ സ്വാധീനം, ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഖ്യകക്ഷികളുടെ പിന്തുണ എന്നിവ ഇറാനെ അവഗണിക്കാൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം തുടരുന്നതിനോടൊപ്പം ചർച്ചകളും തുടരണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ US-നും ഇസ്രയേലിനും ഉണ്ടായിരിക്കുന്നത് വെറും സൈനിക ഭയം മാത്രമല്ല, ദീർഘകാല യുദ്ധത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചെലവുകളെ കുറിച്ചുള്ള കടുത്ത ആശങ്ക കൂടിയാണ്. എണ്ണവിലയിലെ അസ്ഥിരത, മേഖലയിൽ വ്യാപിക്കുന്ന സംഘർഷം, ആഗോള സമ്മർദ്ദം എന്നിവയെല്ലാം വാഷിംഗ്ടണിനെ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങാൻ നിർബന്ധിതമാക്കുന്നു. ഈ യുദ്ധം ഇതുവരെ ആരുടെയും സമ്പൂർണ്ണ വിജയമായി മാറിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ പ്രതീക്ഷിച്ചതുപോലെ വേഗത്തിൽ തകരാതെ നിലകൊണ്ടതോടെ യുദ്ധത്തിന്റെ നിയന്ത്രണം സൈനിക ശക്തിയിൽ നിന്ന് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിലേക്കാണ് മാറുന്നത്. അതാണ് ഇന്ന് ട്രംപിനെയും നെതന്യാഹുവിനെയും പുതിയ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്. മരുഭൂമിയിലെ ഈ പോരാട്ടം ഇനി വെറും മിസൈലുകളുടെ യുദ്ധമല്ല, അത് സഹിഷ്ണുതയുടെയും രാഷ്ട്രീയ ക്ഷമയുടെയും ശക്തി പരീക്ഷ കൂടി ആവുകയാണ്.